എലപ്പുള്ളി മദ്യനിർമ്മാണശാല വിവാദം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. എങ്ങനെയാണ് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകും മുൻപ് കമ്പനിയുമായി ചർച്ച നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചോദിച്ചു. മഴവെള്ള സംഭരണിയിലൂടെ വെള്ളം സംഭരിക്കുക പ്രാക്ടിക്കൽ അല്ല എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. എന്നാൽ കമ്പനിയുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും എല്ലാ നിയമങ്ങളും പാലിച്ചാണ് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതെന്നുമാണ് മന്ത്രി എം.പി. രാജേഷിന്റെ മറുപടി. ബി.ആർ.എസ് നേതാവ് കെ കവിത കേരളത്തിലെത്തിയെന്ന ആരോപണവും മന്ത്രി തള്ളി. സാർ, ഇവിടെ പ്ലാച്ചിമടയിൽ കൊക്കക്കോളയെ പൂട്ടിച്ചത് ആരായിരുന്നു സാർ? ആരായിരുന്നു സാർ സമരം ചെയ്തത്? അവിടുത്തെ ഉന്നയിച്ച വാദം എന്തായിരുന്നു? ആ പ്രദേശം മഴനിഴൽ പ്രദേശമാണ്, കുടിവെള്ളത്തിനും കൃഷിക്കും ആവശ്യമായ വെള്ളം കിട്ടുന്നില്ല. അത് പറഞ്ഞ് സമരം ചെയ്ത ആളുകൾക്ക് എന്ത് വാശിയാണിപ്പം? ഒയാസിസ് കമ്പനിക്ക് വേണ്ടി എന്ത് വാശിയോടെയാണ് സംസാരിക്കുന്നത്? എനിക്ക് ദുഃഖമുണ്ട് സാർ. ഒയാസിസ് കമ്പനിയുമായി സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അവർ സർക്കിൾ ഇൻസ്പെക്ടർക്ക് അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ സർക്കാരിന്റെ മുമ്പിൽ വന്നു. 10 ഘട്ടങ്ങളിലുള്ള പരിശോധന അതിൽ നടന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും വ്യക്തത വരുത്തി. ഒരു ഘട്ടത്തിൽ ഈ ശുപാർശ മുന്നിൽ വന്നപ്പോൾ, സർക്കാരിന്റെ മുമ്പിൽ വന്നപ്പോൾ, എന്താണ് വെള്ളത്തിന്റെ സ്രോതസ്, എങ്ങനെയാണ് വെള്ളം കണ്ടെത്തുന്നത് എന്നതിൽ വ്യക്തമായ ശുപാർശ ഉണ്ടാവണം എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയും അക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ശുപാർശ സഹിതം പുനഃസമർപ്പിക്കുകയും ചെയ്തു. അങ്ങേയറ്റം സുതാര്യമായിട്ടാണ് സർക്കാർ നയത്തിൽ പ്രഖ്യാപിച്ച ഈ സർക്കാരിന്റെ നയം നടപ്പാക്കാൻ. ഉമേഷ് ബാലകൃഷ്ണൻ ചേർന്നു. ഉമേഷ്, സഭയിൽ ബ്രൂവറി വിഷയത്തിലുണ്ടായ വാക്പോര് ഏതു നിലയ്ക്കായിരുന്നു? എങ്ങനെയായിരുന്നു വാദപ്രതിവാദങ്ങൾ? അഷ്മി, ചോദ്യോത്തരവേളയിൽ ഭരണപക്ഷ അംഗങ്ങളാണ് ഇന്ന് ബ്രൂവറി വിഷയം ഉന്നയിച്ചത്. പക്ഷേ അത് സർക്കാരിന് ന്യായീകരിക്കാനുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഉന്നയിച്ചത്. പക്ഷേ ഉപചോദ്യമായി പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ ചോദ്യങ്ങൾ ചോദിച്ചതോടുകൂടിയാണ് വിശദമായി കാര്യങ്ങൾ പരാമർശിക്കേണ്ടി വന്നത്. എന്തായാലും എം.പി. രാജേഷ് പറയുന്നത് പ്രകാരം എല്ലാ നിയമങ്ങളും പാലിച്ചാണ് ബ്രൂവറിക്ക് അനുമതി നൽകിയത്. അതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായിട്ടില്ല. കുടിവെള്ള പ്രശ്നം പ്രദേശത്ത് ഉണ്ടാകില്ല എന്ന് സർക്കാരിന് ഉറപ്പാണ് എന്നും മന്ത്രി ന്യായീകരിച്ചു. എന്നാൽ പ്രതിപക്ഷം കൃത്യമായ ചോദ്യങ്ങൾ, നേരത്തെ ഉണ്ടായിരുന്ന അതേ ആരോപണങ്ങൾ ഇത്തവണയും ഉന്നയിച്ചു. അതായത് എങ്ങനെയാണ് കുടിവെള്ളം ലഭിക്കുന്നതിനുള്ള അനുമതി, പദ്ധതിക്ക് അനുമതി നൽകുന്നത്.